വീണ്ടും ഒരു യുദ്ധഭീതിയുടെ നിഴലിലാഴ്ത്തിക്കൊണ്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഇറാനും തമ്മിലുള്ള നയതന്ത്ര സൈനിക അസ്വാരസ്യങ്ങൾ പുതിയൊരു തലത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളെ മുൻനിർത്തി UAE ഭരണകൂടം ഇറാനെതിരെ ഔദ്യോഗികമായി പുറപ്പെടുവിച്ച കടുത്ത മുന്നറിയിപ്പാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റങ്ങളെ ഇനി വെറുതെ നോക്കി നിൽക്കില്ലെന്ന UAEയുടെ പ്രഖ്യാപനം പശ്ചിമേഷ്യയിലെ ശക്തി സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. പുറത്തു വരുന്ന ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം മേഖലയിലെ തങ്ങളുടെ സുരക്ഷാ നിലപാടുകളെ ശക്തമായി ന്യായീകരിച്ചുകൊണ്ടാണ് അബുദാബി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി തുടരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാൻ തങ്ങൾക്കെതിരെയും അയൽ രാജ്യങ്ങൾക്ക് നേരെയും വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടതെന്ന് UAE പരസ്യമായി കുറ്റപ്പെടുത്തുന്നു. അയൽപക്ക നയതന്ത്രത്തിന്റെ എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് ടെഹ്റാനിൽ നിന്ന് ഉണ്ടാകുന്നതെന്നാണ് അബുദാബിയുടെ നിലപാട്. ഇറാൻ തങ്ങളുടെ പ്രവിശ്യകളിൽ നിന്ന് ഏതാണ്ട് 3000-ഓളം ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും മാരകമായ ഡ്രോണുകളും UAEക്കും മറ്റ് ഗൾഫ് സഖ്യകക്ഷികൾക്കും നേരെ വിക്ഷേപിച്ചതായാണ് എമിറാത്തി ഭരണകൂടം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആധുനിക യുദ്ധചരിത്രത്തിൽ ഒരു പരമാധികാര രാജ്യത്തിന് നേരെ മറ്റൊരു രാജ്യം നടത്തുന്ന ഏറ്റവും വലിയ വ്യോമാക്രമണ നിരക്കുകളിൽ ഒന്നാണിത്. ഇത്രയും വലിയൊരു ആയുധശേഖരം തങ്ങൾക്കെതിരെ പ്രയോഗിക്കപ്പെട്ടു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് UAE ലോകത്തിനു മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇറാൻ നടത്തിയ ഈ തുടർച്ചയായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ UAEയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവന് വലിയ ഭീഷണിയാണ് ഉയർത്തിയത്. നിരവധി സിവിലിയന്മാരുടെ മരണത്തിനും പരിക്കുകൾക്കും ഈ ആക്രമണങ്ങൾ കാരണമായിട്ടുണ്ടെന്ന് എമിറാത്തി സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ട് നടത്തിയ ഇത്തരം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ നഗ്നമായ ലംഘനമായാണ് അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നത്. മനുഷ്യജീവന് പുറമെ UAEയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയും ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായ എണ്ണ ശുദ്ധീകരണശാലകൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ഊർജ വിതരണ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം ഇറാന്റെ മിസൈലുകളുടെ ലക്ഷ്യസ്ഥാനങ്ങളായി മാറി. ഈ ആക്രമണങ്ങൾ വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടമാണ് UAEക്ക് വരുത്തിവെച്ചത്. ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ നീക്കങ്ങൾ തങ്ങളുടെ ദേശീയ പരമാധികാരത്തിന്മേലുള്ള ഗുരുതരമായ കടന്നുകയറ്റമാണെന്ന് UAE പ്രഖ്യാപിച്ചത്. ഒരു അന്താരാഷ്ട്ര അതിർത്തിയെയും മാനിക്കാതെയുള്ള ഇറാന്റെ ഈ കടന്നാക്രമണങ്ങൾ മേഖലയുടെ മൊത്തത്തിലുള്ള സുരക്ഷിതത്വത്തെയും സമാധാന അന്തരീക്ഷത്തെയും തകർക്കുന്നതാണെന്ന് അബുദാബി വ്യക്തമാക്കുന്നു. ഗൾഫ് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് ഇറാൻ വലിയൊരു തടസ്സമായി മാറുകയാണെന്നാണ് UAEയുടെ ആരോപണം. തങ്ങൾ ഇതുവരെ സ്വീകരിച്ച എല്ലാ സൈനിക നീക്കങ്ങളും പൂർണ്ണമായും പ്രതിരോധപരമായ ലക്ഷ്യങ്ങളോടെ മാത്രമായിരുന്നുവെന്ന് UAE ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. തങ്ങളുടെ ആകാശത്തേക്ക് കുതിച്ചെത്തിയ ഇറാന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും തടയാൻ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് UAE ഉപയോഗിച്ചത്. ഈ പ്രതിരോധ നടപടികളെല്ലാം സ്വന്തം ജനങ്ങളെയും രാജ്യത്തിന്റെ പ്രധാന ആസ്തികളെയും സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് അബുദാബി അടിവരയിടുന്നു. മേഖലയിലെ സമാധാനം തകർക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏത് ശക്തിക്കെതിരെയും ശക്തമായി തിരിച്ചടിക്കാനുള്ള നിയമപരവും സൈനികവുമായ അവകാശം തങ്ങൾക്കുണ്ടെന്ന് UAE ഓർമ്മിപ്പിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങൾ അനുശാസിക്കുന്ന സ്വയം രക്ഷയ്ക്കുള്ള അവകാശം തങ്ങൾ പ്രയോഗിക്കാൻ മടിക്കില്ലെന്നാണ് UAE നൽകുന്ന കടുത്ത സന്ദേശം. ഇത് കേവലം ഒരു മുന്നറിയിപ്പല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ നീക്കങ്ങളുടെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. UAEയുടെ ഈ കടുത്ത നിലപാട് ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾക്കിടയിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഇറാന്റെ മിസൈൽ ഭീഷണി നേരിടുന്നവരായതുകൊണ്ട് തന്നെ അബുദാബിയുടെ ഈ പ്രഖ്യാപനത്തിന് വലിയൊരു പ്രാദേശിക പിന്തുണ ലഭിക്കുന്നുണ്ട്. ഇറാനെതിരെ ഒരു കൂട്ടായ പ്രതിരോധ നിര രൂപീകരിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ നിർബന്ധിതരാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നയതന്ത്രപരമായി നോക്കുമ്പോൾ വർഷങ്ങളായി UAEയും ഇറാനും തമ്മിൽ നിലനിന്നിരുന്ന സാമ്പത്തിക ബന്ധങ്ങളെയും ഈ പുതിയ അസ്വാരസ്യങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. ദുബായ് ഉൾപ്പെടെയുള്ള എമിറേറ്റുകൾ ഇറാന്റെ വലിയൊരു വ്യാപാര പങ്കാളിയായിരുന്നു. എന്നാൽ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടാക്കുന്ന ഘട്ടത്തിൽ സാമ്പത്തിക താൽപര്യങ്ങൾക്കല്ല, മറിച്ച് ദേശീയ സുരക്ഷയ്ക്കാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്ന് UAE തെളിയിച്ചിരിക്കുകയാണ്. അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ പാശ്ചാത്യ ശക്തികൾ UAEയുടെ ഈ പുതിയ നിലപാടിനെ വളരെ സൂക്ഷ്മമായാണ് നിരീക്ഷിക്കുന്നത്.
മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ ഏറ്റവും വിശ്വസ്തരായ സഖ്യകക്ഷികളിലൊന്നായ UAE-ക്ക് ആവശ്യമായ സൈനിക സാങ്കേതിക പിന്തുണ നൽകാൻ പാശ്ചാത്യ രാജ്യങ്ങൾ എപ്പോഴും സന്നദ്ധരാണ്. ഇറാന്റെ മിസൈലുകളെ തകർക്കാൻ ആവശ്യമായ കൂടുതൽ അത്യാധുനിക പാട്രിയറ്റ് താഡ് പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്ക UAE-ക്ക് കൈമാറിയേക്കാം. ഇറാന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ കടുത്ത പ്രതികരണങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. തങ്ങളുടെ മിസൈൽ സാങ്കേതിക വിദ്യ കേവലം പ്രതിരോധ ആവശ്യങ്ങൾക്ക് മാത്രമാണെന്നാണ് ടെഹ്റാൻ എപ്പോഴും അവകാശപ്പെടാറുള്ളത്. എന്നാൽ അയൽ രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് 3000-ഓളം മിസൈലുകൾ തൊടുത്തുവിട്ടുവെന്ന UAE-യുടെ കൃത്യമായ കണക്കുകൾക്ക് മുന്നിൽ മറുപടി നൽകാൻ ഇറാൻ നയതന്ത്രപരമായി ബുദ്ധിമുട്ടും. ആഗോള ഊർജ വിപണിയെയും ഈ നയതന്ത്ര യുദ്ധം സാരമായി ബാധിച്ചേക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദക മേഖലയായ ഗൾഫിൽ UAE-യും ഇറാനും തമ്മിൽ നേരിട്ടൊരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ എണ്ണവില കുതിച്ചുയരുന്നതിന് കാരണമാകും. ഹോർമൂസ് കടലിടുക്കിന് തൊട്ടടുത്തുള്ള രാജ്യങ്ങളായതിനാൽ ഇവിടെ ഉണ്ടാകുന്ന സൈനിക ചലനങ്ങൾ ആഗോള കപ്പൽ ഗതാഗതത്തെയും ഇൻഷുറൻസ് നിരക്കുകളെയും പ്രതികൂലമായി ബാധിക്കും. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായ മുജ്തബ ഖമേനിയുടെ കീഴിൽ രാജ്യം കൂടുതൽ ആക്രമണാത്മകമായ വിദേശ നയമാണ് സ്വീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് അയൽ രാജ്യങ്ങൾക്ക് നേരെ ഇത്തരം മിസൈൽ പരീക്ഷണങ്ങളും ആക്രമണങ്ങളും ഉണ്ടാകുന്നത്. എന്നാൽ ഇറാന്റെ ഈ മേധാവിത്വ തന്ത്രങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങാൻ തങ്ങൾ തയ്യാറല്ലെന്ന് UAE വ്യക്തമാക്കിയതോടെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം പുതിയൊരു പോർമുഖത്തേക്ക് തുറക്കപ്പെട്ടിരിക്കുകയാണ്. UAE തങ്ങളുടെ സൈനിക ശേഷി കഴിഞ്ഞ കുറച്ചു കാലമായി വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആധുനിക യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും സ്വന്തമാക്കിയ എമിറാത്തി സൈന്യം ഏത് തരത്തിലുള്ള വ്യോമാക്രമണങ്ങളെയും നേരിടാൻ സജ്ജമാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ നേരിട്ടുള്ള ഒരു സൈനിക ഏറ്റുമുട്ടലിന് പോലും തങ്ങൾ മടിക്കില്ലെന്ന സന്ദേശമാണ് അബുദാബി നൽകുന്നത്. ഈ സംഘർഷം ലഘൂകരിക്കുന്നതിനായി അന്താരാഷ്ട്ര സമൂഹവും ഐക്യരാഷ്ട്രസഭയും ഉടൻ ഇടപെടേണ്ടി വരും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്കേറ്റം ഒരു പൂർണ്ണമായ യുദ്ധത്തിലേക്ക് വഴിമാറിയാൽ അത് പശ്ചിമേഷ്യയെ പതിറ്റാണ്ടുകൾ പിന്നോട്ടടിപ്പിക്കും. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ചില മധ്യസ്ഥ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഇനി വെറും പ്രതിരോധം മാത്രമല്ല എന്ന നിലപാടിലേക്ക് UAE മാറിയതോടെ ഗൾഫ് മേഖലയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങൾ പൂർണ്ണമായും മാറിയിരിക്കുന്നു. ഇറാന്റെ 3000-ഓളം മിസൈലുകൾ സൃഷ്ടിച്ച നാശനഷ്ടങ്ങളെ മറികടന്ന് സ്വന്തം പരമാധികാരം സംരക്ഷിക്കാൻ UAE നടത്തുന്ന ഈ ധീരമായ നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ സൈനിക മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നതിൽ സംശയമില്ല. ലോകം അതീവ ആശങ്കയോടെയാണ് ഈ ഗൾഫ് പോരാട്ടത്തെ വീക്ഷിക്കുന്നത്.